ക്യാൻസറിൻ്റെ സൗഖ്യം നിങ്ങൾ കേട്ടില്ലേ? അച്ചായൻ അത് ഭയങ്കര ഇമോഷണലായിട്ട് പറഞ്ഞതുകൊണ്ടാണ്. ആ സാക്ഷ്യം അതിനേക്കാൾ ടോപ്പാണ് ആ സാക്ഷ്യം. അത് വൈദ്യശാസ്ത്രം ഏറെക്കുറെ അത് ഉപേക്ഷിച്ചൊരു കേസാണത്. അതെങ്ങനെ രക്ഷപ്പെട്ടത്? കർത്താവിൻ്റെ കുരിശിൻ്റെ അടുത്ത് അവരെ കൊണ്ടുവന്ന് അവിടെ ക്യാൻസർ വയറെ കൈവച്ചിട്ട്, ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. 32 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ നിന്നെ യേശുനാമത്തിൽ സുഖപ്പെടുത്തണമെന്ന് പറയും. ആ സൗഖ്യം എവിടെ നിന്ന് വന്നതാണ്? കർത്താവിൽ നിന്ന് വന്ന സൗഖ്യമാണ്. യേശുക്രിസ്തു നിൻ്റെ ക്യാൻസറിനും മുകളിലാണ്, നിൻ്റെ ആയുസ്സിനും മുകളിലാണ്. ഓരോരോ കാലഘട്ടത്തിലും മനുഷ്യരാശി അനുഭവിക്കുന്ന എല്ലാ ഭൗതിക ആധ്യാത്മിക പരാധീനതകളുടെയും അവസാനത്തെ ഉത്തരമാണ് ഈശോ കൈയിടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമുക്ക് എന്തെങ്കിലും ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നിങ്ങൾ ഉടനെ അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, എനിക്കെന്നാ ഇങ്ങനെ പറ്റിയത്, ഇങ്ങനെ മാനുഷികമായിട്ടല്ല വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. പത്രോസ് കർത്താവിൻ്റെ ഒക്കെ ഒന്ന് പഠിച്ച കുറേ പാഠങ്ങളുണ്ട്. എന്താണ്? മീനില്ലാത്ത കടലിൽ കർത്താവ് വല നിറച്ച് മീൻ കൊടുത്തപ്പോൾ പത്രോസ് എന്നാ ചെയ്തത്? മീൻ കിട്ടാതെ അലഞ്ഞു നടന്ന കടലിൽ നടന്ന ആൾക്കാരെ കൈകൊട്ടി വിളിച്ചു, അല്ലേ? അത് നിങ്ങൾ ഈ സാക്ഷ്യം പറഞ്ഞ ആൾക്കാരെ മറന്നു പോകരുത് കേട്ടോ. പറഞ്ഞ മനസ്സിലായില്ലേ? കടലിൽ വല നിറച്ച് മീനില്ലാത്ത കടലിൽ രാത്രിയും പകലും പണിപ്പെട്ടിട്ടും മീനില്ലാത്ത കടലിൽ മീനുണ്ടാക്കി കൊടുത്തപ്പോൾ പത്രോസ് ചെയ്തത് എന്താ? മറ്റു വള്ളക്കാരെ ഗതി കിട്ടാതെ അലഞ്ഞു നടന്നവരെ, അവരെപ്പോലെ പണി കിട്ടാതെ നടന്ന ആൾക്കാരെ കൈകൊട്ടി വിളിച്ചു, അവിടെ വള്ളങ്ങളെല്ലാം നിറച്ചു കൊടുത്തു. നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ പറയും, കർത്താവേ എൻ്റെ വള്ളം നിറച്ചാൽ എൻ്റെ കണ്ണിപ്പെടുന്ന കാലിയായ വള്ളങ്ങളെയെല്ലാം നിൻ്റെ നാമത്തെ ഞാൻ നിറക്കും. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എപ്പോഴും എന്ത് സംഭവം ഉണ്ടായാലും ഉടമ്പടി വചനമായിരിക്കണം ഉടമ്പടി ചെയ്തവരുടെ മനസ്സിലുണ്ടാവേണ്ടത്. എന്താണ്? അവൻ പറയണത് പോലെ ജീവിക്കണം. കർത്താവ് നീ പറഞ്ഞത് കൊണ്ട് ഞാൻ വരയിറക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾക്കൊരു അനുഗ്രഹം കിട്ടുമ്പോൾ ജാതിയും മതവും ഒന്നും നോക്കാതെ ആവശ്യക്കാരനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവന് രക്ഷയുടെ വഴികളും അവൻ ഭൗതികമായി രക്ഷപ്പെടാനും ഇന്നത്തെ കണ്ണീരിൽ നിന്നും രോഗത്തിൽ നിന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്നും പറ്റണ പോലെയൊക്കെ കർത്താവേ നീ പറഞ്ഞതനുസരിച്ച് കൊണ്ട് ഞാൻ ജീവിച്ചു കൊള്ളാമെന്നാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഉടമ്പടി നിങ്ങളെ നിലവിലുള്ള ധാരണകളെക്കാൾ ഉന്നതരായ ദൈവപൈതലാക്കി മാറ്റിയിരിക്കും. കാര്യം ഉടമ്പടി നിത്യത ചെന്നെത്തുന്ന പ്രാർത്ഥനയാണത്. പത്രോസിന് പറ്റിയ മാതൃകയാണ്. അനുഗ്രഹം പകർച്ച കൊടുക്കണ മനുഷ്യൻ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പങ്കുവെക്കണ മനുഷ്യൻ, അയൽവാസികളെ എല്ലാം വിളിച്ചു കൂട്ടി, ഇല്ലാത്തവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പങ്കുവെക്കണ മനുഷ്യനാണ്. അല്ലാതെ അവിടെ മുമ്പിൽ ഞാൻ കേമനായല്ലോ കേമിയായെന്ന് ധരിച്ചാൽ നിൻ്റെ അനുഗ്രഹം പിശാചിൽ നീ കൈപ്പറ്റിയ പോലെ ഇരിക്കും. നീ UK പോയി, കാനഡയിൽ പോയി, നീ വലിയ വീടുകൾ വെച്ച് കേരളം ഇന്നൊരു വലിയ ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൾ താമസമില്ലാത്ത വീടുകൾ, പല വീടുകളിൽ നിന്നൊക്കെ ഈ ആൾക്കാർ ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഭൂമി കുലുക്കം ഉണ്ടായിരുന്ന വീടുകളിൽ നിന്ന്, ആ നാട്ടിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മുടെ ചില ജില്ലകളിൽ ചെന്നാൽ കാണും ഭൂമി കുലുക്കം ഉണ്ടായ പോലെ ആൾക്കാർ ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. 2-3 ബംഗ്ലാവ് പോലൊക്കെ വെച്ചിട്ടിട്ടുണ്ട്, ആരും താമസമില്ല, ആൾക്കാർ ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇനി വരുമോ എന്ന് ഉറപ്പുമില്ല. വളരെ പ്രായമുള്ള 4-5 വല്യപ്പന്മാരോ അമ്മച്ചിമാരൊക്കെ എവിടെയെങ്കിലും അവിടെ അനക്കമായിട്ടൊക്കെ ഇരിക്കും. അതിനകത്ത് തന്നെ ഉള്ളു. അവരും കുറച്ച് കഴിയുമ്പോൾ തീരുമ്പോൾ
അതിനെന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. കേരളം ആൾക്കാരൊഴിഞ്ഞു പോയ ബംഗ്ലാവുകളുടെ ശവപ്പറമ്പായി മാറുന്നു. കയറിപ്പോണ ആൾക്കാരൊക്കെ ഇല്ലാത്തവരൊന്ന് ഓർത്തേക്കണേ. ശ്രുതികട ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 5 മുതൽ 6, 7, 8 വചനങ്ങളാണ് നമ്മളിപ്പോൾ ഉടമ്പടി പ്രകാരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 8-ാമത്തെ വചനം എന്താ? ലുക്ക 5:8. അവൻ കർത്താവിൻ്റെ പാദാന്തികത്തിലേക്ക് കമഴ്ന്ന് വീണു എന്നാണ് പറയണത്. ഈ എന്താ കാര്യം? അവനും കൂട്ടുകാരും തങ്ങൾ പിടിച്ച മത്സ്യത്തിൻ്റെ പെരുപ്പത്തെ ഓർത്ത് അതിശയിച്ചു, അത്ഭുതപ്പെട്ടു എന്നാണ്. അത്ഭുതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം കമഴ്ന്ന് വീഴണം. അതാണ് പത്രോസ് പഠിപ്പിച്ചത് നമ്മളെ. നിൻ്റെ ജീവിതത്തിൽ അടയാളം കണ്ടാൽ ദൈവവേദന നീ കമഴ്ന്ന് വീഴണം. കമഴ്ന്ന് വീഴുന്നതിൻ്റെ ഗുണമെന്താണെന്ന് പത്രോസ് പിന്നീട് പറയുന്നുണ്ട്. എന്താണ്? ഞാൻ കർത്താവിൻ്റെ ശക്തനായ കരങ്ങൾക്ക് കീഴെയാണ് കമഴ്ന്ന് വീണതെന്ന്. ഞാൻ കർത്താവിൻ്റെ ശക്തമായ കരങ്ങളാണ് കണ്ടത്. 1 പത്രോസ് 5:7. ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾക്ക് കീഴെ നീ എളിമപ്പെട്ട് നിൽക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹം കിട്ടുന്തോറും അഹങ്കാരമല്ല ഉണ്ടാകേണ്ടത്. എന്താണ്? എളിമയാണ് ഉണ്ടാകേണ്ടത്. എന്തുകൊണ്ടാണ് അവൻ കമഴ്ന്ന് വീണത്? വീണ്ടും പത്രോസ് പറയും 1 പത്രോസ് 5:5. ദൈവം എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറഞ്ഞെന്താ? കർത്താവ് ഞാൻ അയോഗ്യനാണെന്നാണ് പറഞ്ഞത് അല്ലേ? ഞാൻ അയോഗ്യനാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പറഞ്ഞു. കാര്യം എന്താണ്? നിൻ്റെ വിശുദ്ധി ശക്തിയും ഉൾക്കൊള്ളാനുള്ള അത് എൻ്റെ കഴിവിനേക്കാൾ അപാരമാണ് നീ. അവൻ ഭയമുള്ള ദൈവസ്നേഹം കാണിച്ചു. ദൈവസ്നേഹം മാത്രമല്ല, ഭയമുള്ള ദൈവസ്നേഹം കാണിച്ചു. അവൻ കവിഴ്ന്ന് വീണു. അതാ 1 പത്രോസ് 5:5. എന്തുകൊണ്ടാണ്? ദൈവം അനുഗ്രഹത്തിൻ്റെ ഒരു കാലം കഴിഞ്ഞാൽ മനുഷ്യന് ആവശ്യം എന്താണ്? കൃപയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അനുഗ്രഹത്തിൻ്റെ കാലം കഴിഞ്ഞാൽ മനുഷ്യ അവസ്ഥ അനുഗ്രഹം എന്ത് ചെയ്യും? സെമിത്തേരി കൊണ്ടല്ല അനുഗ്രഹം തീരും. പണം കിട്ടിയാലും ജോലി കിട്ടിയാലും പെണ്ണ് കെട്ടിയാലും പുരുഷനെ കണ്ട് കല്യാണം കഴിച്ചാലും വീട് വെച്ചാലും എല്ലാം ഈ ഭൂമി കൊണ്ട് അവസാനിക്കും ഇല്ലേ? അപ്പോൾ അനുഗ്രഹത്തിൻ്റെ ഒരു അറുതിയുണ്ട്, അനുഗ്രഹത്തിന് ഒരു അറ്റമുണ്ട്. ഭൗതിക വാട്ട് ഈസ് ബ്ലെസ്സിങ്സ്, ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങളാണ് എല്ലാ അതിശയങ്ങളും അത്ഭുതങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്നത്. അതെല്ലാം ഒരു അറുതിയുണ്ട്. സെമിത്തേരിയാണ് അതിൻ്റെ മാക്സിമം അറ്റമെന്ന് പറയുന്നത്. എല്ലാ അനുഗ്രഹത്തിൻ്റെ അറ്റം നിശ്ചയിച്ചിരിക്കണം എവിടെയാ? സെമിത്തേരിയാ. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടിയാലും പിന്നെ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ നയിക്കുന്നത് എന്താണ്? അറ്റവും അറുതിയുമില്ലാതെ കൃപയാണ്. എന്താ കാര്യം? കൃപയാണ് അനുഗ്രഹത്തിന്, ആത്മാവിനെ പുണ്യപ്പെടുത്തുന്നത്. എന്താ? കൃപയാണ്. കൃപയും അനുഗ്രഹവും ഒന്നല്ല. ബ്ലെസ്സിങ്സ് ആർ ദി ഇഫക്ട്സ് ഓഫ് ഗ്രേസ്. കൃപയുടെ ഫലങ്ങളാണ് നമുക്ക് അനുഗ്രഹങ്ങളായി, ഭൗതിക ആനുകൂല്യങ്ങളായി ലഭിക്കുന്നത്. അപ്പം നീ ഉടമ്പടി നിൻ്റെ ഇവിടെ കൊണ്ട് നിർത്തണില്ല. നിന്നെ നീ ഭൗതിക ആനുകൂല്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? കൃപയാണ്. ഈ സ്ഥാപനത്തിന് കൃപാസനം എന്ന പേര് കൊടുത്തത് 89-ലാണ്. അന്ന് ഓർത്തിലെ കർത്താവ്. പിന്നെ വാഗ്ദാന പേടകവും പിന്നെ ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. ഇതൊന്നും ചിന്തിച്ചും ആലോചിച്ചും ചെയ്തതല്ല. കർത്താവ് റെഡിമെയ്ഡായിട്ട് വെളിപ്പെടുത്തി തന്നതുപോലെ കിട്ടിയതാണ്. അനുഗ്രഹത്തിൻ്റെ ഉടമ്പടിയിൽ നീ അനുഗ്രഹം പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവവേദന നീ കമഴ്ന്ന് വീഴണം. എന്നിട്ട് പറയണം, കർത്താവ് ഞാൻ യോഗ്യനല്ലാത്തവനാണ് എന്ന് പറയണം. എളിമപ്പെടണം, വിനയപ്പെടണം. പത്രോസ് എന്തുകൊണ്ടാണ് കമന്ന് വീഴുന്നതെന്ന് പത്രോസ് തന്നെ പിന്നീട് പറയണത് അവൻ്റെ ലേഖനത്തിലാണ്.
ഒന്ന് പത്രോസ് 5:5 ഒന്ന് പത്രോസ് 5:7. ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾക്ക് താഴെ നിൽക്കുന്നവരെ വിനയപ്പെടാതെ നിൽക്കാൻ പറ്റത്തില്ല. നിന്നുകൊണ്ട് പ്രയോജനമില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നിന്റെ ശക്തമായ കരങ്ങൾക്ക് താഴെ നിത്യത വരെ വിശുദ്ധ പത്രോസിനെ പോലെ വിനയത്തോടെ നിൽക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ശ്രമിക്കുവാണം. എൻ്റെ പേര് പ്രിൻസി വർഗീസ് എന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ജിൻസ്. ഞങ്ങൾ വരുന്നത് എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞാനൊരു നേഴ്സാണ്. ഞാൻ ഇസ്രയേലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനവിടെ ഒരു 13 വർഷമാകുന്നു ഈ മാസം ജോലി ചെയ്ത് തുടങ്ങിയിട്ട്. ഞാൻ എൻ്റെ മകൾക്ക് 1.25 വയസ്സുള്ളപ്പോൾ ഇസ്രയേലിലേക്ക് പോയതാണ്. എൻ്റെ ഭർത്താവും മകളും വീട്ടിലുണ്ട്. ഞാൻ അവിടെ ഒറ്റയ്ക്കാണ്. അപ്പം ഒരു 2-3 വർഷമായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നു, എനിക്ക് മാതാവിന് സ്തോത്രം പറയുന്നു, ഈ അൾത്താരയിൽ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാനായിട്ട് ദൈവം എനിക്ക് അനുഗ്രഹം തന്നതിൽ ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നു എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്കിങ്ങനെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ മാതാവിനും ഈശോയ്ക്കും 1000 സ്തുതി. ഞാൻ എൻ്റെ രണ്ടാമത്തെ മകൻ ജെറോൺ ജിൻസ്, അവനുണ്ടായത് ഇസ്രയേലിലാണ്. അവൻ ടെലവീവിലാണ് ഉണ്ടായത്. അവനിപ്പോൾ 2.5 വയസ്സുണ്ട്. അവനുണ്ടായി കഴിഞ്ഞപ്പോൾ 3.5 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ അവനെ നാട്ടിലേക്ക് കൊണ്ടുവരണമായിരുന്നു ഇസ്രയേലിൻ്റെ നിയമപ്രകാരം. കാരണം നമ്മൾ 3.5 മാസത്തിൽ കൂടുതൽ അവിടെ ഉണ്ടായ കൊച്ചിനെ നിർത്താൻ പറ്റത്തില്ല. ജൂയിഷ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമായിരുന്നു. ദൈവമേ, ഞാൻ ഇത്രയും നാൾ എൻ്റെ മൂത്ത മകളെ എനിക്ക് വളർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ എനിക്ക് ഒരു മകനുകൂടി ഉണ്ടായപ്പോൾ അവനെനിക്ക് എൻ്റെ ഒപ്പം നിർത്താൻ പറ്റുന്നില്ലല്ലോ. എൻ്റെ 2 കുട്ടികളെയും ഞാൻ മാറ്റി നിർത്തണമല്ലോ എന്നോർത്ത് ഞാൻ വിഷമിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് എങ്ങനെയെങ്കിലും വേറൊരു രാജ്യത്തേക്ക്, കുറച്ചുകൂടി നല്ലൊരു രാജ്യത്തേക്ക് എൻ്റെ കുടുംബമായിട്ട് പോകണം. അതെൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം കടന്നുകൂടി. എൻ്റെ സുഹൃത്തായ അനിത ഓസ്ട്രേലിയയിലുണ്ട്. അനിത എന്നോട് പറഞ്ഞു, നീ ഒന്ന് PT എക്സാം എഴുത്. ഞാൻ പറഞ്ഞു, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഞാൻ ഇംഗ്ലീഷൊന്നും എഴുതി കഴിഞ്ഞിട്ട് നീ പാസ്സാവില്ല, എന്തിനാ വെറുതെ എഴുതി തോൽക്കുന്നത്, ഈ ധൈര്യമില്ലാത്ത ഞാൻ എങ്ങനെ എഴുതാനാ. അവളെന്നെ ഒരുപാട് നിർബന്ധിച്ചു, നീ ഒന്ന് എഴുതി നോക്ക്, ചിലപ്പോൾ ദൈവമായിട്ട് നിനക്ക് തന്നാലോ. ഞാൻ ഈ 12 വർഷമായിട്ട് അവിടെ അങ്ങനെ വലിയ വിശ്വാസത്തിലൊന്നും അല്ല ജീവിക്കുന്നത്. സ്ഥിരം ജോലി ചെയ്ത് പോകുന്നു. പിന്നെ ദൈവത്തോട് ഇങ്ങനെ ഡയറക്റ്റ് പറയും, ദൈവമേ രക്ഷിക്കണേ, കാത്തുകൊള്ളണേ, എല്ലാം ഓക്കെ ആക്കി തന്നെ. അങ്ങനെ ഒരു ഡയറക്റ്റ് കോൺവെർസേഷൻ മാത്രമാണ് എനിക്കും ദൈവത്തിനും ഇടയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മാതാവിനെ ഒരുപാട് വിളിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. ഞാൻ യാക്കോബായ സഭയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞങ്ങൾക്ക് മാതാവിന് വിശ്വാസമുണ്ട്, എന്നാലും ഒരുപാട് ഞങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ മനസ്സ് വിഷമിച്ചിരുന്ന സമയത്താണ് ഇങ്ങനെ PT എക്സാം എഴുതി. എന്തോ ദൈവകൃപയാൽ ദൈവം എനിക്ക് ആ PT എക്സാമിന് സ്കോർ തന്നു. ഓസ്ട്രേലിയൻ സ്കോർ എനിക്ക് കിട്ടി. ഞാനതിൽ വളരെ സന്തോഷിച്ചു. എനിക്ക് നല്ല കഴിവൊക്കെ ഉണ്ട്, എനിക്ക് ഇംഗ്ലീഷൊക്കെ അപ്പോൾ അറിയാം, ഇതിൽ ഇത്തിരി നേരത്തെ എഴുതാമായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച് ഞാനൊരു ഇതിന് മുന്നോട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഓസ്ട്രേലിയയുടെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏജൻസികളൊക്കെ നോക്കി. വയസ്സ് 39 ആവാൻ പോകുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നിങ്ങളിത് നേരത്തെ നോക്കേണ്ടതല്ലായിരുന്നോ, ഈ പ്രായത്തിലാണോ ഇപ്പോൾ നോക്കാൻ പോകുന്നത്, എങ്ങനെ വന്നാലും ഇത് ബുദ്ധിമുട്ടായിരിക്കും, ഒരു സ്റ്റഡി വിസ എങ്കിലും എടുത്ത് പോകാൻ പറ്റുമായിരുന്നു, നേരത്തെ ഒരു 35 വയസ്സിന് മുമ്പ് നോക്കിയായിരുന്നെങ്കിൽ.
അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ആ ഒരു ആഗ്രഹവും തീർന്നു. അപ്പോൾ ഇനി ഇസ്രയേലിൽ ഒറ്റയ്ക്ക് തന്നെ കൊച്ചുങ്ങളെ മാറ്റി നിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ഹസ്ബൻഡാണെങ്കിലും വളരെ ബുദ്ധിമുട്ടി ഒറ്റയ്ക്ക് പിള്ളേരെ ഹാൻഡിൽ ചെയ്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എങ്ങനെയെങ്കിലും ട്രൈ ചെയ്യണം, എന്താ ചെയ്യേണ്ടത്. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ഷാൻഡി, എൻ്റെ വളരെ നല്ല സുഹൃത്താണ്, ആളുടെ മകളെ ഓസ്ട്രേലിയക്ക് വിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഉടമ്പടി എടുത്തു. അതെനിക്കറിയാമായിരുന്നു. കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. വളരെ അത്ഭുതമായിട്ട് ലിസ്മി എന്ന് പറയുന്ന ഷാൻഡിയുടെ മകൾക്ക് ഇത് കിട്ടി. അതെന്നെ വളരെയധികം സ്വാധീനിച്ചു. കാരണം അവർക്ക് കിട്ടിയെങ്കിൽ ഒരു പക്ഷേ ഈ ദൈവത്തിന്, ഈ മാതാവിന് മാധ്യസ്ഥതയിൽ ഈശോയോട് ചോദിച്ച് എൻ്റെ ഈ നടക്കാത്ത കാര്യം ഒരുപക്ഷെ നടത്തിത്തരാൻ പറ്റുമായിരിക്കുമല്ലോ, ഞാനും ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഈ ജിൻസി എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, പ്രിൻസ് ചേച്ചി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവൾ എൻ്റെ അടുത്ത് വന്നു. ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് എന്നോട് നെറ്റിയിൽ കൃപാസനത്തിലെ തൈലം നെറ്റിയിൽ തൂത്ത് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി കുറേ കാലമായില്ലേ ഇവിടെ, ചേച്ചി എങ്ങനെയെങ്കിലും ഫാമിലിയായിട്ട് ജീവിക്കാൻ നോക്കണം, ഒരുമിച്ച് കുട്ടികളൊത്ത് ജീവിക്കണം, ഇത്രയും കാലമായിട്ട് പിള്ളേരൊക്കെ ആയിട്ട് പിരിഞ്ഞു നിൽക്കുകയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ, ഇത് നടപടിയാവുന്ന കാര്യമാണെന്ന് അറിയില്ല ജിൻസി, എന്നാലും നീ പറഞ്ഞതല്ലേ, കൃപാസന മാതാവ് ചേച്ചിക്ക് ഇത് നടത്തിത്തരും, നടത്തി തന്നില്ലെങ്കിൽ അത് ഞാൻ പറയുകയാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല, എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട് മാതാവിനെ, ചേച്ചി കണ്ടോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജിൻസിയോട് പറഞ്ഞു, ജിൻസി എനിക്കിങ്ങനെ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത ആളാണ്, ഓക്കെ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് കേട്ടേക്കുന്നത് ആകെ ഏതോ ഒരാൾ വണ്ടിയുടെ വണ്ടി നിന്ന് പോയപ്പോൾ ഡീസലിന് പകരം അതിൽ പത്രം കീറി ഇട്ടുന്നോ അങ്ങനെ എന്തൊക്കെയോ, ഇങ്ങനെ ഒരു നെഗറ്റീവ് കമൻ്റാണ് ഞാൻ കേട്ടേക്കണേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സ്ഥലം അതൊരു നല്ല സ്ഥലമാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാനത് അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞു, ഞാൻ ഒരു സ്വപ്നം കണ്ടു. മാതാവിനെ പോലെ ഒരു സ്ത്രീ, മാതാവിനെ പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീ, മാതാവാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ തലക്കീപ്പാത്തുനിന്ന് ഇങ്ങനെ കാലിൻ്റെ സൈഡിലേക്ക് കട്ടിലിൻ്റെ സൈഡിലൂടെ പോവുകയാണ്. പോയിട്ട് എൻ്റെ നേരെ നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചിരിച്ചിട്ട് എന്നോടിങ്ങനെ ചിരിച്ച് കാണിച്ചിട്ട് അങ്ങ് കയറിപ്പോയി, ആ മുറിയുടെ വാതിലിനകത്തോടെ കയറിപ്പോയി. ആ സെയിം ടൈമിൽ തന്നെ ഞാൻ കാണുന്നത് എൻ്റെ ചാച്ചൻ്റെ അപ്പൻ, അതായത് എൻ്റെ അപ്പച്ചൻ, ഒരു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളാണ്, ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അപ്പച്ചൻ എന്നോട് പറയുകയാണ്, പ്രിൻസി എല്ലാം ശരിയാകുമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പച്ചൻ എന്നോട് എല്ലാം ശരിയാകുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഉണ്ടല്ലോ, അപ്പോൾ അത് മാതാവ് തന്നെയാണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ 2 ദിവസം ഇത് ആരോടും പറഞ്ഞില്ല, എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞില്ല, വീട്ടിൽ ആരോടും പറഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോൾ എനിക്കിതിങ്ങനെ ചിന്തിച്ച് അടക്കി വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ജിൻസീനെ വിളിച്ചു, ജിൻസി ഞാനൊരു സ്വപ്നം കണ്ടു, ഇങ്ങനെ ഒരു സ്ത്രീ, മാതാവിനെ പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീ എൻ്റെ അടുത്തൂടെ ഇങ്ങനെ പോയി, ഞാനിങ്ങനെ അപ്പച്ചനെ സ്വപ്നം കണ്ടു, അപ്പച്ചൻ എന്നോട് എല്ലാം ശരിയാവൂന്ന് പറഞ്ഞു. വർഷങ്ങളായിട്ട് പിണങ്ങി നിൽക്കുന്ന അപ്പച്ചനാണെന്ന് എനിക്കറിയാം. ആ പിണക്കത്തിൻ്റെ കാരണം ഞാൻ നിങ്ങളോട് പറയാം. ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജിൻസി എന്നോട് പറഞ്ഞു, ചേച്ചി ഇത് മാതാവാണ്, ചേച്ചി വിചാരിക്കുന്ന കാര്യം മാതാവ് നടത്തിത്തരും, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ചേച്ചി ഈ കൊല്ലം ഇവിടെ നിന്ന് പോകും, കുടുംബമായിട്ട് എങ്ങോടെങ്കിലും പോകും, കണ്ടോ എന്ന് പറഞ്ഞു. ജിൻസിയുടെ ആ വിശ്വാസം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തോന്നി. അതുപോലെ തന്നെ ഇതിലെന്തോ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഉറപ്പും തോന്നി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ജിൻസിയോട് ചോദിച്ച് മനസ്സിലാക്കി. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഷാൻഡിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഷാൻഡിയോടും ചോദിച്ചു, ഇങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്ത് ചെയ്യണം എന്നൊക്കെ. ഞാൻ എന്നിട്ട് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. എന്നിട്ട് രാവിലെയും വൈകുന്നേരവും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബൈബിള് 12 കൊല്ലത്തോളമായിട്ട് ആകെ ലീവിന് വരുമ്പോൾ മാത്രമാണ് ഞാൻ വായിക്കുകയുള്ളൂ. ആ ലീവിന് വരുമ്പോൾ മാത്രം വായിക്കുന്ന ഞാൻ ഫോണിനകത്ത് ബൈബിളിൻ്റെ ഇതെടുത്ത് ആപ്ലിക്കേഷൻ എടുത്ത് ബൈബിൾ എല്ലാ ദിവസവും മുടങ്ങാതെ വായിക്കാൻ തുടങ്ങി. അതുകൂടാതെ പണ്ട് +2ൻ്റെ ടൈമിൽ ഒരു കഥയെഴുത്തിൽ എനിക്കൊരു 3rd പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് +2 ടൈമിലാണ്. അതൊക്കെ ഞാൻ മറന്നു കിടന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായത് ചെയ്യണമെന്ന്.
അപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു വ്യത്യസ്തത ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയത് ഞാനൊരു പാട്ട് എഴുതാം. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, എൻ്റെ ശബ്ദം അത്ര മോശമാണെന്ന് എനിക്കറിയാം, പക്ഷേ എഴുതാലോ. മാതാവ് മാത്രമല്ലേ, ഈശോയും അല്ലേ കേൾക്കുന്നുള്ളൂ, വേറെ ആരും കേൾക്കുന്നില്ലല്ലോ. അപ്പം ഞാനത് ഒരു പാട്ട് പോലെ എഴുതി. ഞാൻ പാട്ട് പാടുന്നില്ല, സമയമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി ഒരു 5-8 ലൈനുള്ളൊരു പാട്ട്. ആ പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ദിവസവും ആ പാട്ട് പാടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഞാൻ എൻ്റെ പേപ്പേഴ്സ്, ന്യൂസിലാൻഡിൻ്റെ പേപ്പേഴ്സ് ഏജൻസിയോട് സംസാരിച്ചു. അത് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. അപ്പോഴാണ് മനസ്സിലാവുന്നത് 2008 എനിക്ക് നേഴ്സിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ബോംബെയിലുണ്ടായിരുന്ന 1 ഇയറിൻ്റെ എക്സ്പീരിയൻസിൻ്റെ പേപ്പേഴ്സ്, എൻ്റെ സാലറി ട്രാൻസാക്ഷൻ നടത്തിയ പേപ്പേഴ്സ് പ്രൂഫ് കൊടുത്താൽ മാത്രമാണ് എൻ്റെ എക്സ്പീരിയൻസിന് ഒരു സ്ട്രോങ് ഇതാവുള്ളൂ എന്ന്. അപ്പം ഞാനത് ആ പേപ്പേഴ്സിന് വേണ്ടിയിട്ട് ബോംബെയിലുള്ള ബാങ്കിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്തു. ബാങ്ക് മാനേജർ എടുത്തു, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം അത് ശ്രദ്ധിച്ചു പോലുമില്ല. ഓക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പല രീതിയിലും ഞാൻ ട്രൈ ചെയ്തു, മെയിൽ അയച്ചു, എല്ലാം ചെയ്തു. അങ്ങനെ സമയം ഒരുപാട് പോയായിരുന്നു. അപ്പോൾ ഇത് വേണ്ട എന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഇത് വീണ്ടും ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ധൈര്യം കിട്ടിയതുകൊണ്ട് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഒന്ന് നാട്ടിലെ ബാങ്കിൽ ചോദിച്ചു നോക്കൂ, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിലോ, മാതാവ് നമുക്ക് ചെയ്തു തന്നാലോ. അപ്പോൾ അദ്ദേഹം ബാങ്കിൽ ചെന്ന് സംസാരിച്ചു. ആ മാനേജർ ദൈവത്തിൻ്റെ കൃപയാൽ, ഈ ഉടമ്പടിയുടെ ശക്തിയാൽ എനിക്ക് നടക്കില്ല എന്ന് പറഞ്ഞ ആ സാലറി ട്രാൻസാക്ഷൻ പേപ്പേഴ്സ് 2008 24 മണിക്കൂറിനകം എനിക്ക് എടുത്തു തന്നു. ആ പേപ്പർ കിട്ടി. എനിക്ക് ഉറപ്പായി എനിക്കിത് ദൈവം നടത്തി തരുമായിരിക്കും. അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, മുന്നോട്ട് ഒട്ടും കൈവിടാതെ പോവുകയാണ്. എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം. കൊച്ചുങ്ങളോടും പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, നമുക്ക് ഈ ഉടമ്പടിയിൽ മുന്നോട്ട് പോകാം. എന്തൊക്കെയോ മാതാവ് അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട്, ദൈവം എനിക്കിത് നടത്തി തരുമായിരിക്കും. എല്ലാ ഏജൻസിക്കാരും പറഞ്ഞു നടത്തി തരില്ല എന്ന്, പക്ഷേ നടത്തി തരുമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ആ ഉടമ്പടിയിൽ പ്രാർത്ഥനയോടെ തന്നെ പോയി. എൻ്റെ ഭർത്താവും കുട്ടികളും നാട്ടിൽ പ്രാർത്ഥനയോടെ പോയി. അങ്ങനെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഏജൻസി, ജൂബി റിച്ച് എന്ന് പറഞ്ഞൊരു ഏജൻസി പറഞ്ഞു, ഓക്കെ ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു. അവർ പേപ്പേഴ്സ് എല്ലാം ട്രൈ ചെയ്ത് എല്ലാം വെച്ച് കഴിഞ്ഞ് വിസയ്ക്ക് വെക്കാറായി കഴിഞ്ഞപ്പോൾ, ഫിനാൻഷ്യൽ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു, സോറി മാഡം, ഇത് ബുദ്ധിമുട്ടാണ്. കാരണം ഫിനാൻഷ്യലി ഇത്രയും പ്രൂഫ് കാണിച്ചാൽ പോരാ. ഇത് ന്യൂസിലാൻഡും ഓസ്ട്രേലിയയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഈ സ്ഥലത്തേക്ക് കിട്ടാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. മാഡം ഒരു കാര്യം ചെയ്യൂ, UK അല്ലെങ്കിൽ മാൾട്ടയിലോ അങ്ങനെ ഏതെങ്കിലും സ്ഥലം നോക്ക്, ജോർജിയൊക്കെ ഉണ്ടല്ലോ, ഒന്ന് മാറ്റി നോക്കിക്കൂടെ. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ന്യൂസിലാൻഡിന് തന്നെ പോകണം. ഞാൻ അതാണ് ആഗ്രഹിച്ചത്. ഒരു നല്ല രീതിയിൽ സന്തോഷമായിട്ട് എൻ്റെ ഫാമിലിയോടൊപ്പം എനിക്ക് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് തോന്നിയത് അതാണ്. എനിക്ക് അങ്ങോട്ട് തന്നെ പോകണം. എൻ്റെ ഫ്രണ്ടും പറഞ്ഞിട്ടുണ്ട് ന്യൂസിലൻഡ് നല്ല സ്ഥലമാണെന്ന്. അപ്പോൾ എനിക്ക് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് നല്ല സ്ഥലമാണ്. ഫ്യൂച്ചറിലാണെങ്കിൽ ഓസ്ട്രേലിയയിലൊക്കെ പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്, അത് മതി എന്ന് ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞു, മാഡം സോറി, ഞങ്ങൾക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളുടെ വിസ സ്റ്റാറ്റസ് സക്സസ് റേറ്റ് കുറഞ്ഞു പോകും നിങ്ങളുടെ ഫയൽ സബ്മിറ്റ് ചെയ്താൽ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ 39 കഴിഞ്ഞു, 40 ആവാൻ പോവുകയാണ്. ഈ ഏജിൽ നിങ്ങളുടെ വിസ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ 99.9% ചാൻസ് ഇല്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഉടമ്പടിയിലാണ്. നിങ്ങൾക്ക് ആ 0.1% എന്ന് പറയണത് പോലും നിങ്ങൾ തന്നില്ലെങ്കിലും ഉടമ്പടിയിലിരിക്കുന്ന എനിക്ക് കൃപാസനം മാതാവ് ഇത് നടത്തി തരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അതെനിക്ക് വിധിച്ചതാണ്, ദൈവം എനിക്കിത് തന്നിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കാനായിരിക്കും വിധി. അല്ലെങ്കിൽ നാട്ടിൽ ഒരുമിച്ച് ഫാമിലിയായിട്ട് ചെറിയ രീതിയിലൊക്കെ ജീവിച്ചു പോകാം, അങ്ങനെ വിചാരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു, മാഡം ബുദ്ധിമുട്ടാണ്, നിങ്ങൾ വെറുതെ എന്തിനാ ഒരു വിസ സക്സസ് റേറ്റ് ഇല്ലാതാക്കുന്നത്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, പ്ലീസ് അത് വേണ്ട, വെക്കണ്ട. ഞാൻ പറഞ്ഞു, ഇല്ല പറ്റില്ല, ഇതിലും ഭേദം നിങ്ങൾ എന്നെ കത്തിക്ക് കുത്തി കൊല്ലുന്നതായിരുന്നു. നിങ്ങളിത് വെക്കാതെ പറ്റില്ല, എനിക്കിത് മാതാവ് നടത്തിത്തരും. കൃപാസനം മാതാവ് നടത്താത്തതില്ല, ഈശോ എനിക്കിത് നടത്തിത്തരും മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ എന്ന് പറഞ്ഞു. അവർ അത് കേട്ടിട്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ട് യാതൊരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞ ആ
വിസ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്തു. പക്ഷേ സബ്മിറ്റ് ചെയ്യാൻ ഈ സംസാരങ്ങൾക്കൊക്കെ ഇടയിൽ ഡിലേ വന്നു. എൻ്റെ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയി. ഞാൻ 2 ദിവസം ഡിലേ ആയിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. സാധാരണ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അവർ റിജക്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലുണ്ട്. രണ്ടാമത്തെ കാര്യം എങ്ങാനും അവർ അബദ്ധത്തിൽ അക്സെപ്റ്റ് ചെയ്താൽ തന്നെ നമ്മളോട് 2ാമത് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇസ്രയേലിൽ ഒരു 50,000 രൂപയോളം മുടക്കിയാണ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്തേക്കുന്നത്. ഇതിനുവേണ്ടി ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ട്. വിസയ്ക്ക് ഈ കിട്ടില്ല എന്ന് പറഞ്ഞ് വെക്കാൻ പോകുന്ന വിസയ്ക്ക് മാത്രമായിട്ട് ഇമിഗ്രേഷൻ ഒരു 50,000 രൂപ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതുകൂടാതെ നമ്മൾ ഫിനാൻഷ്യലി ഫണ്ട് അക്കൗണ്ടിൽ കാണിക്കണം. അങ്ങനെ ഒരുപാട് സ്ട്രഗിളുകളൊക്കെ ചെയ്തിട്ടാണ്. അതിന് ബാങ്ക് മാനേജർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു തന്നു. അതെല്ലാം കൃപാസന മാതാവിൻ്റെ അത്ഭുതമാണ്. എനിക്കത് എല്ലാം വിവരിച്ച് ഇവിടെ പറയാനായിട്ടുള്ള സമയം ഇല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവരത് സബ്മിറ്റ് ചെയ്തു എൻ്റെ നിർബന്ധത്താൽ. ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് തന്നെ പറയട്ടെ. മാതാവിന് കഴിയാത്തതൊന്നുമില്ല. ഈശോയ്ക്ക് സ്തുതി. എനിക്ക് വിസ കിട്ടി. എൻ്റെ ഒപ്പം എന്നേക്കാൾ ചെറുപ്പമായിരുന്ന, എന്നേക്കാൾ കഴിവുള്ള, എന്നേക്കാൾ മിടുക്കരായ ചെറുപ്പക്കാർ വെച്ചിട്ട് കിട്ടാത്ത വിസ എനിക്ക് ആദ്യം കിട്ടി. എനിക്കാണ് ഫസ്റ്റ് വിസ വന്നത്. എൻ്റെ വിസയുടെ പേപ്പർ റെഡിയാക്കിയ ആ കൊച്ച്, സിന്ധു എന്നാണ് ആ കൊച്ചിൻ്റെ പേര്. ആ കൊച്ചിന് ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ വിസ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ. കാരണം എത്ര ദിവസങ്ങൾ വർക്ക് ചെയ്തിട്ടാണ് അവർ ആ പേപ്പറൊന്ന് സബ്മിറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ആ വിസ കിട്ടി എന്നറിഞ്ഞപ്പോൾ അവരെല്ലാം കരഞ്ഞു. ആ ഏജൻസിയിലുണ്ടായിരുന്ന ആളുകൾ മൊത്തം കൃപാസന മാതാവിൻ്റെ ശക്തി എന്താണെന്ന് അറിഞ്ഞു. ഈശോയുടെ ശക്തി എന്താണെന്ന് അവരറിഞ്ഞു. അവരെന്നോട് പറഞ്ഞു, പ്രിൻസി, ഇതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ് നടന്നത്. 40-ാം വയസ്സിൽ ഒരു സ്റ്റുഡൻറ്റ് വിസ, അതും GNM പഠിച്ച് എനിക്ക് ക്രെഡിറ്റോടുകൂടി എല്ലാ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഡേറ്റും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിസ കിട്ടണമെങ്കിൽ ഇത് അത്ഭുതം മാത്രമാണ്, ദൈവത്തിൻ്റെ അത്ഭുതം കൊണ്ട് നടന്നതാണെന്ന് പറഞ്ഞു. അവരിത് അംഗീകരിച്ചു, ഞാൻ അംഗീകരിച്ചു, എൻ്റെ വീട്ടിലുള്ളവരെല്ലാം അംഗീകരിച്ചു. അപ്പോഴാണ് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി നോൺ ക്രിസ്ത്യൻ ആയിരുന്നു. ഞങ്ങൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ചതാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. 24 വർഷത്തെ പരിചയമുണ്ട്. ഈ വർഷം 25-ാമത്തെ വർഷമാകാൻ പോകുന്നു. 15 വർഷമായി വിവാഹം കഴിച്ചിട്ട്. ഞാൻ യാക്കോബായ സഭയിൽ നിന്ന് വന്നാന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ വീട്ടിൽ ഒരു രീതിയിലും സമ്മതിക്കില്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു പിടിവാശി ആ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് മാത്രം അവരന്ന് എന്തെങ്കിലും ആട്ടെ എന്നോർത്ത് കണ്ണടച്ച് കളഞ്ഞതാണ്. അപ്പോൾ എനിക്ക് ചർച്ച് വെഡ്ഡിങ് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് അന്ന് എനിക്ക് നടത്താൻ പറ്റിയില്ല. അന്ന് ഞങ്ങൾ സ്നേഹിച്ചിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനിയാവോ, എന്നെ കല്യാണം കഴിക്കുമോ പള്ളിയിൽ വെച്ച്, എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിനിപ്പോൾ എന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു ഒരു തമാശ രീതിയിൽ. പക്ഷെ ഞാനത് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ജീവിതം ഒരു വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമായിരുന്നു. അദ്ദേഹം പക്ഷെ അത്രയും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നായിരിക്കില്ല. അന്നത്തെ ആ ഒരു പ്രായത്തിൻ്റെ ഇതിൽ ഓക്കെ എന്തെങ്കിലും ആട്ടെ, ഇങ്ങനെ പറഞ്ഞാലേ ഇവളിനി മുന്നോട്ട് പോവുള്ളൂ, ഇല്ലെങ്കിൽ പറ്റിച്ചിട്ട് പോയാലോ എന്നോർത്തിട്ടാവാം അദ്ദേഹം അന്ന് അങ്ങനെ പറഞ്ഞത്. അന്ന് അങ്ങനെ പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടന്നുകൊണ്ടാണ് ഞാൻ ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയതും എൻ്റെ വീട്ടിൽ അവതരിപ്പിച്ചതും ഒക്കെ. അത് കഴിഞ്ഞ് കല്യാണത്തിൻ്റെ സമയമാവാറായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങളുണ്ട്. പെങ്ങളുടെ കല്യാണത്തിനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മതം മാറി കല്യാണം കഴിക്കലും പള്ളിയിൽ വെച്ചുള്ള വിവാഹമൊക്കെ ഒരുപാട് റിസ്ക്കാണ്. അപ്പം ഞാനത് മനസ്സിലാക്കി തന്നെ അദ്ദേഹത്തെയും കുടുംബത്തെയും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. ഓക്കെ, നമുക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം തന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. പള്ളിയിൽ വെച്ചുള്ള കല്യാണം ഞാൻ നിർബന്ധിച്ചില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ വർഷങ്ങളായി കിടക്കുന്ന ആഗ്രഹമാണ്. അത് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ആരോടും പറഞ്ഞിരുന്നില്ല. ഈ 15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം, ഈ അത്ഭുതങ്ങളൊക്കെ നടന്നതിന് ശേഷം എൻ്റെ ഭർത്താവ് വിശ്വാസത്തിൽ വന്ന് സ്വയം അദ്ദേഹം തന്നെ പറഞ്ഞു, നമുക്ക് പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കാമെന്ന്. എൻ്റെ ജീവിതത്തിൽ 24 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞ വാക്കൊരു തമാശയായിട്ട് പറഞ്ഞതാണെങ്കിൽ പോലും ഈ 15 വർഷമായിട്ട് ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഒറ്റയ്ക്കാണ് പോകാറ്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട്, ദൈവമേ, എനിക്ക് കുടുംബമായിട്ട് വരാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് എൻ്റെ കുട്ടികളെയായിട്ട് വരാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അത് ഈ
മാസമാണ് ഞാൻ ജോലി നിർത്തി, വിസ കിട്ടിയതുകൊണ്ട് ജോലി നിർത്തി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചർച്ച് വെഡ്ഡിങ് കഴിഞ്ഞു. അങ്ങനെ കുടുംബമായിട്ട് ഞങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ്. എൻ്റെ ഭർത്താവും കുട്ടികളുമായിട്ട് എനിക്കിന്ന് പള്ളിയിൽ പോയി കുർബാന കൂടി വരാൻ പറ്റുന്നുണ്ട്. ഞാൻ വളരെ സന്തോഷവതിയാണ്. മാതാവിന് എത്ര സ്തുതി പറഞ്ഞാലും ഈശോയ്ക്ക് എത്ര സ്തുതി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പിന്നെ ഞാൻ ഈ യുദ്ധത്തിൻ്റെ സമയത്ത് അവിടുന്ന് പോരാൻ പറ്റാതെ തങ്ങിക്കിടന്നേനെ. പക്ഷേ അതും മാതാവിൻ്റെ അത്ഭുതം എന്ന് പറയാലോ. ഞാൻ നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ പേഷ്യൻ്റ് ഞാനുമായിട്ട് വളരെ അറ്റാച്ച്ഡാണ്. ഞാൻ 12 വർഷമായി, ഇപ്പോൾ 13 വർഷം ആവാറാകുന്നു അവിടെ ജോലി ചെയ്യുന്നു. അതിൽ 9.5 വർഷമായിട്ട് ഞാൻ സെയിം പേഷ്യൻ്റിനെയാണ് നോക്കുന്നത്. ആ അമ്മച്ചിക്ക് എന്നെ ഭയങ്കര കാര്യമാണ്. അമ്മച്ചി എന്നോട് പറയും, പ്രിൻസി നീ പോയാൽ ഞാൻ മരിച്ചു പോകും. ഒരു പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ആളാണ് ഞാനൊരു ലീവിന് വന്നപ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇവരെ ഇട്ടിട്ട് വേറൊരു രാജ്യത്തോട്ട് പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്ന് എൻ്റെ മനസ്സിൽ ഒരു വളരെ വേദനയുണ്ടായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കുടുംബമായിട്ട് ഒരുമിച്ചുള്ള ജീവിതം തള്ളി വെച്ചു. അവർക്ക് 86 വയസ്സുണ്ട്, എന്നാലും ഞാൻ തള്ളി വെച്ചു. ഇവരെ ഞാൻ പോകുമ്പോൾ മരിച്ചു പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അവരെന്നെ അതുപോലെ ഒരു അമ്മയെ ഒരമ്മ നോക്കുന്ന പോലെയാണ് അവരെന്നെ നോക്കിക്കൊണ്ടിരുന്നത്. എനിക്കൊരു പനി വന്നാൽ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് പകരം അവരെനിക്ക് കട്ടൻ ചായ ഇട്ട് തരുമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു ജൂയിഷ് സ്ത്രീയാണ് അവർ. എൻ്റെ 2ാമത്തെ കൊച്ചുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മോനെ കൊണ്ടുവന്ന് വിടാനായിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ ആ ജൂയിഷ് അമ്മച്ചി എന്നോട് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് പോകണ്ട, നിനക്ക് കൊച്ചിനെ ഒറ്റയ്ക്ക് വിമാനത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാനും നിൻ്റെ കൂടെ വരാമെന്ന്. 40 വർഷമായിട്ട് ഫ്ലൈറ്റിൽ കയറാത്ത അമ്മച്ചി വീൽ ചെയറിൽ നടക്കുന്ന, പെരയ്ക്കകത്ത് വീടിൻ്റെ അകത്ത് വടി കുത്തി വോക്കറിൽ മാത്രം എൻ്റെ ഹെൽപ്പോട് കൂടി നടക്കുന്ന ആ അമ്മച്ചി 86-ാം വയസ്സിൽ എൻ്റെ കൂടെ ഫ്ലൈറ്റിൽ കയറി നാട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ ഒരാഴ്ച നിന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു എന്നോട്. ഒരാഴ്ച നിന്നതിന് ശേഷം എന്നെ വീട്ടിലാക്കിയിട്ടാണ് അവർ തിരിച്ചു പോയത്. ഞാൻ 2 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു പോയത് കൊച്ചിനെ ആക്കിയിട്ട്. അപ്പോൾ ഈ അമ്മച്ചി ഇട്ടിട്ട് വേണം ഞാൻ ന്യൂസിലൻഡിന് പോകാനായിട്ട് വിസ കിട്ടിയപ്പോൾ. എൻ്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയിലാണ്. ഞാൻ വിസ കിട്ടിയെങ്കിൽ സന്തോഷം ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ലായിരുന്നു. ഇവർ മരിച്ചു പോയാലോ എന്നുള്ള ടെൻഷൻ കാരണം. അപ്പോൾ ഈ അമ്മച്ചി ലാസ്റ്റ് ഞാൻ പോരാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പ്രിൻസി ഇനി എനിക്ക് മുന്നോട്ട് ജീവിതമില്ല, ഞാൻ തീർന്നു എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ മക്കളോടും ഡോക്ടേഴ്സിനോടും എല്ലാവരോടും സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നീ ഇത്രയും കാലം നിൽക്കുന്നതുകൊണ്ട് മിക്കവാറും അവർക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, അവർ മരിച്ചു പോകാൻ 90% ചാൻസ് ഉണ്ട്, അവരത്രയ്ക്ക് നിന്നെ ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞു. ഞാനത് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവെ അത്ഭുതം പ്രവർത്തിപ്പിക്കണമേ. എനിക്ക് ജിൻസി 1 തരി ഉപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഉപ്പ് അമ്മച്ചി കുടിക്കുന്ന വെള്ളത്തിലെ കുപ്പിക്കകത്ത് 1 തരി ഇട്ടു. മാതാവേ, ഈ അമ്മച്ചിക്ക് ധൈര്യം കൊടുക്കണേ, മനസ്സിന് ധൈര്യം കൊടുക്കണേ. എന്നിട്ട് അമ്മച്ചി പറയണം, നീ പൊക്കോ, നീ നിൻ്റെ കുടുംബമായിട്ട് ജീവിച്ചോ, അത് കുഴപ്പമില്ല, ഞാൻ ഇത്തരം പ്രായമായതല്ലേ, എനിക്ക് വേറൊരാളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും എന്ന് പറയണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വെള്ളം കുടിക്കാൻ കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ അമ്മച്ചി എഴുന്നേറ്റ് വന്ന് വർത്താനമൊക്കെ പറഞ്ഞു. ഞങ്ങൾ സ്ഥിരം വർത്താനം പറഞ്ഞിരിക്കണ പോലെ വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എൻ്റെ ലൈഫിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകളും എനിക്കിനി നാട്ടിൽ ചെന്നിട്ട് ഒന്നോടെ കല്യാണം കഴിക്കണതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, നീ പൊക്കോ, ഞാൻ വേറൊരാളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം, എനിക്ക് കുഴപ്പമില്ല, നീ പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരുന്നോ, നിന്നെപ്പോലെ ആവില്ല വേറൊരാളും, പക്ഷേ നിനക്കൊരു നല്ല ലൈഫുണ്ട്, ഞാനത് കാണണ്ടേ, ഞാൻ ഇത്രയും സെൽഫിഷ് ആവാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പൊക്കോ, നമുക്ക് പകരം ഒരാളെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഈ അമ്മച്ചിക്ക് എന്നെക്കാൾ നന്നായിട്ട് ആ അമ്മച്ചീനെ നോക്കുന്ന ഒരാളെ കിട്ടണേ, എന്നാൽ മാത്രമേ എനിക്ക് സന്തോഷത്തോടെ ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്ത് 4ാമത്തെ ദിവസം എൻ്റെ ഫാമിലി തന്നെ പറയാണ്, ഒരു സ്റ്റാഫുണ്ട്, നമുക്കൊന്ന് ഇൻ്റർവ്യൂ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്, നിനക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു. അവർ വന്നു. എന്നെപ്പോലെയൊക്കെ തന്നെ ഏകദേശം ഇരിക്കുന്ന ഒരാൾ. അമ്മച്ചിക്ക് എല്ലാവരെയും ഒന്നും ഇഷ്ടപ്പെടത്തില്ല, അമ്മച്ചിക്ക് ഒരു പ്രത്യേക കൺസെപ്റ്റുള്ള ടൈപ്പ് ആളാണ്. പക്ഷേ ആ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി. അതും ദൈവാദിനത്തിന് ഒരു ഇന്ത്യക്കാരിയായ സ്റ്റാഫിനെ തന്നെ, നഴ്സിനെ കിട്ടി.
വളരെ നല്ല വ്യക്തി. ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു, എന്തൊക്കെ ചെയ്യണം, അമ്മച്ചീനെ എങ്ങനെ കെയർ ചെയ്യണം എല്ലാം പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളെ ദൈവം എനിക്ക് തന്നു. അതും ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്ത് പ്രതീക്ഷിക്കുന്നതിന് മുമ്പ്, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് മുമ്പായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൊടുത്ത ഡേറ്റിനേക്കാളും മുമ്പേ എനിക്ക് ജോലിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റി. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ജോലിയിൽ നിന്ന് ഇറങ്ങി സമയത്തിന് ഇന്ത്യയിൽ എത്താൻ പറ്റി. ഞാൻ ആ റിസൈൻ ലെറ്റർ കൊടുത്ത് നേരത്തെ എനിക്ക് ആളെ കിട്ടിയില്ലായിരുന്നു എങ്കിൽ ഈ തീവ്ര യുദ്ധത്തിൻ്റെ സമയത്ത് ഇറാനുമായിട്ടുള്ള ഈ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ പെട്ടുപോയേനെ. എനിക്ക് ന്യൂസിലൻഡിന് പോകാൻ പറ്റാതായി വന്നേനെ. കാരണം അവിടെ വിമാനത്താവളങ്ങളൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു. വളരെ ഹെവി ആയിട്ടുള്ള അറ്റാക്കായിരുന്നു. എല്ലാവരും ന്യൂസിലൊക്കെ കണ്ടു കാണുമായിരിക്കും. അപ്പോൾ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു, എന്നെക്കുറിച്ചൊരു വലിയ പദ്ധതി, എൻ്റെ കുടുംബത്തെക്കുറിച്ചും. അപ്പോൾ എനിക്കതിൽ നന്ദി എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളിൽ നടക്കാതിരുന്ന എൻ്റെ വിവാഹവും, എനിക്ക് നടക്കാതിരുന്ന എൻ്റെ കുടുംബമായിട്ടുള്ള ജീവിതവും അതെല്ലാം എനിക്ക് സാധിച്ചു തന്നു. എനിക്ക് ന്യൂസിലാൻഡിൽ ക്രെഡിറ്റോടുകൂടി പഠിക്കാനുള്ള അവസരം കിട്ടി. എൻ്റെ ഭർത്താവിനെയും കുട്ടികളെയും എനിക്കിനി കൊണ്ടുപോകാൻ പറ്റും. ദൈവത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഒരുപാട് പുറത്തു പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാനൊരു സിംഗിൾ പേഷ്യൻ്റ് നോക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി പൈസ കൊടുത്ത് പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക്, ധനസഹായം വേണ്ട ആളുകൾക്ക് പൈസ കൊടുത്ത് സഹായിക്കുമായിരുന്നു. അതുപോലെ ഭർത്താവാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ ഓൾഡ് ഏജ് ഹോമിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും പിന്നെ പാവപ്പെട്ട ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കൃപാസനം പത്രം ഞങ്ങൾ അദ്ദേഹം ഉടമ്പടി എടുത്തു ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം. അതിനുശേഷം കൃപാസനം പത്രം എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. ഞാനാണെങ്കിൽ എനിക്ക് പറ്റുന്ന പോലെ ഷെയർ ചെയ്യാനായിട്ട് ഓൺലൈൻ വഴി എൻ്റെ അച്ഛൻ്റെ ധ്യാനങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ദൈവവിശ്വാസത്തിൽ എൻ്റെ കുടുംബം നല്ല രീതിയിൽ പോവുകയാണ്. ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ് ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിനെ മുന്നോട്ട് നയിച്ചതിൽ. ദൈവത്തിന് നന്ദി പറയുന്നു. മാതാവിന് കുർബാനയും കുമ്പസാരവും ഒക്കെ ഉണ്ട്. എല്ലാ രീതിയിലും ക്രിസ്തീയ ജീവിതത്തിലാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്.